2 ദിവസമെങ്കിലും ഇവിടെ സ്വസ്ഥമായിട്ട് കഴിയണം. 2 ദിവസത്തിന് നാളെ പോയിക്കൂടെ? ഇവിടെ 2 ദിവസം, പിന്നെ കോവളം, കന്യാകുമാരി. ചേട്ടനെന്താ ഇങ്ങനെ? മധുവിന്റെ ജീവിതത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. ഞാൻ ആദ്യം കുളിച്ചിട്ട് വരാം, പിന്നെ ചേട്ടൻ. ഇപ്പോ എന്നെ നോക്കിയാ മതി. ചേട്ടൻ എന്താ ഇത്ര നാണം? അമ്മ ഒരു കാര്യം പറഞ്ഞു. ഏതമ്മ? ചേട്ടന്റെ. എന്തു പറഞ്ഞു? പറയാം, ഇപ്പോഴല്ല, എങ്കിലും. ധൃതിയോ? രണ്ടമ്മമാർക്കും ചേട്ടന്റെ കുഞ്ഞിനെ കാണാൻ ധൃതിയായി. നീ പോയി കുളിച്ചിട്ട് വരൂ. Yes, come in. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ബെല്ലടിച്ചാൽ മതി. ശരി. ആരാ ചേട്ടാ? ആഹാരം കൊണ്ടുവന്നതാ. ബ്രെഡ് റോസ്റ്റും കട്ട്ലറ്റും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വല്ലതും വേണോ? അതൊന്നും പോരാ. പറയൂ, ബെല്ലടിക്കാം. ഈ ചേട്ടൻ എനിക്കെന്താ വേണ്ടെന്നറിയില്ലേ? ആപ്പിൾ ജ്യൂസോ? എന്തെങ്കിലും ആകട്ടെ. വരട്ടെ, പിന്നെ മതി. ഇപ്പോഴേ കഴിക്കണോ? ആ ജോലി തീരുമല്ലോ. ഇപ്പൊ വേണ്ട, കുറെ നടന്നതല്ലേ, നമുക്കൊന്ന് കിടക്കാം. ഇവിടെ ആരും വരില്ല. നമുക്ക് ഈ രാത്രി മുഴുവൻ നമുക്കുറങ്ങണ്ട. എന്നെ ആദ്യം കണ്ടപ്പോൾ ഇഷ്ടമായോ? കല്യാണം കഴിക്കാൻ എന്തായിരുന്നു മടി? ചേട്ടന്റെ വീട്ടിൽ കൂട്ടുകാരനിപ്പോൾ പൊടി പൊടിക്കായിരിക്കും. ആളകത്തുണ്ടോ? ഇതെന്ന് തുടങ്ങി? ഇന്ന് തുടങ്ങി. ഇതല്ലാതെ നിന്നെ കാണാൻ വേറെ ഒരു മാർഗവും ഇല്ല കല്യാണി. ഇതൊക്കെ നിന്നെ കാണാൻ കിട്ടിയ വേഷമില്ല. ഇന്നലെ വെളുപ്പൻ രാവിലെ വരെ നിന്റെ അടുക്കളവാതലിൽ ഞാൻ കാത്തുനിന്നു.
ഇവിടെ ഒരു ചെറുത്താ ഉണ്ടല്ലോ ചങ്കുവാശൻ, അയാളുണ്ടോ ഇവിടെ? നാശം പുറത്തെവിടെ പോയിരിക്കുക. ഓ, ആശ്വാസം. ആ, ഇവിടുത്തെ കൊച്ചമ്മ അമ്പലത്തിൽ കണ്ട ഉടനെ ഞാൻ സൈക്കിൾ എടുത്തോണ്ടിച്ച് പോന്നു. ഇനിങ്ങനെ എന്നാ മതിയാ? ഞാൻ അകത്തോട്ട് വരട്ടാ? അയ്യോ, ഒന്നും വേണ്ട. ആ, പേടിക്കണമെന്നേ, അതിനൊക്കെ മാർഗമുണ്ട്. നീ കഴിഞ്ഞോട്ട് നീട്ട്, നമുക്ക് വള ഇട്ടോണ്ടിരിക്കാം. വല്ലവരും കണ്ട സിമ്പിൾ വളക്കച്ചവടം. കല്യാണി, എത്ര നാളായി ഞാൻ നിന്റെ പുറകെ നടക്കും. നിനക്കെന്നെ വിശ്വാസമില്ലേ? കല്യാണി, കല്ലിലിട്ട് അടിച്ചാൽ പോലും പൊട്ടാത്ത വള. 1 വർഷം ഗ്യാരണ്ടി, 2 വർഷം ഗ്യാരണ്ടി ഇല്ല. വള വള വളേ. വേദനിക്കുന്നോ? 3 മതി. സാരമില്ല, അത് ആദ്യമായതുകൊണ്ടാണ്. നിനക്കിതുവരെ ആരും വളയിട്ടിട്ടില്ലല്ലോ. കണ്ടാൽ അറിയാം. അയ്യോ, സങ്കോഷം വരുമെന്ന്. അയ്യോ, എന്നാ ഞാൻ പോവാ. രാത്രി അടുക്കള വാതിൽ തുറന്നിടണേ. അടുക്കള വാതിലിൽ ഞാൻ കാത്തു നിൽക്കും. ഇന്ന് ഞാൻ വാതിൽ തുറക്കും. അല്ലേ, 2 ആഴ്ച കറങ്ങാൻ പോകുന്നത് നേരത്തെ പോന്നു. എന്ത് പറ്റി? ആ ബാഗ് എടുത്ത് അകത്ത് വെക്കും. മധു, നിങ്ങൾ ദൂരെ എവിടെ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? പോയിട്ട് തിരിച്ചു പോന്നു. എന്താ മോളെ എന്നിട്ട് മുഖം വല്ലാതിരിക്കുന്നത്? എന്ത് പറ്റി? ഒന്നുമില്ല. ഈശ്വര, ഈ പിള്ളേർക്ക് എന്ത് പറ്റി? എന്തേത്? ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു. ഞാൻ വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ എന്തിനിങ്ങനെ ഇവിടെ കഴിയണം? കാര്യം എന്താന്ന് പറയും. എന്റെ ദേഹത്തിന് എന്താണ് കുറവ്? ഒരു പുരുഷൻ ഇഷ്ടപ്പെടുന്നതൊന്നും എനിക്കില്ലേ? ഇല്ലെന്ന് ആര് പറഞ്ഞു? പറഞ്ഞാൽ പോരാ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഞാനും ഒരു സ്ത്രീയല്ലേ, എനിക്കും ആശകളില്ലേ? അത് സാധിക്കാനാണ് നീ വീട്ടിൽ പോകുന്നതെങ്കിൽ വയ്ക്കോ. എന്നിട്ട് വേണോ ആ സ്ത്രീയോട് ജീവിക്കാൻ? ഏത് സ്ത്രീ? സ്നേഹിക്കുന്ന സ്ത്രീ. ഞാൻ അറിയാതെ എനിക്ക് മുമ്പ് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരുത്തി അമ്മ നിർബന്ധിച്ചപ്പോൾ എന്നെ കല്യാണം കഴിച്ചു. നീ സംസാരിക്കുന്നു. സംസാരിക്കും. എന്നെ കല്യാണം കഴിച്ച ആളിനോട് എനിക്ക് സംസാരിക്കണം. ഞാനൊരു വീട്ടുപൂർണ്ണമാണോ? അടിക്ക്, എന്നെ അടിച്ചുകൊണ്ട്. മതോ, എന്താടാ ഇവിടെ? എടാ, എന്താണെന്ന്? എന്തുണ്ടായി മോനെ? ഒന്നുമില്ലമ്പേ. പിന്നെ ഇപ്പഴേ വഴക്കിട്ട് പിരിയാൻ ഇവിടെ എന്തുണ്ടായി? അച്ഛന്റെ സ്വഭാവം എടുക്കരുത്, പറഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസമായിട്ടില്ല. അതിനു മുൻപേ നാണമില്ലേടാ നിനക്ക്? പറഞ്ഞില്ലെന്ന് വേണ്ട, ഇത് അന്തസ്സുള്ള ഒരു തറവാടാണ്. അതനുസരിച്ച് ജീവിക്കാൻ നീ മറക്കരുത്. ഇവിടെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ അവൾ ഇവിടുത്തേതായിരിക്കണം, മരിക്കുന്നത് വരെ. മോളെ, കിടക്കവും പിണക്കവും ഒക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. നോക്കൂ, എന്റെ മുഖത്തേക്ക് നോക്കൂ. എന്നെ പോലെ വേദന അനുഭവിച്ചിട്ടുള്ള മറ്റൊരു സ്ത്രീ ഈ ലോകത്തുണ്ടാകുന്ന മോളെ. പെണ്ണുങ്ങൾ പലതും സഹിക്കണം. കുടുംബജീവിതത്തിന് വേണ്ടി നമ്മളാണ് പലതും മറക്കേണ്ടത്. എല്ലാം ശരിയാകും. മധു, നീ ലീവ് എടുക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ പോയി താമസിക്കും. കുറച്ചുനാൾ ഉത്തരവാദിത്വത്തോടു കൂടി ജീവിച്ചാൽ എല്ലാം മാറും. മോളെ, എന്നെ സമാധാനിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല.
ഞാനുണ്ട് മോളെ, ഞാനുണ്ട്. ഇന്നാളത്തെ പോലെ ആരെങ്കിലും വഴക്കുണ്ടാക്കാൻ വരുമോ? എന്റെ കൂടെ ഇത്ര നാളും കഴിഞ്ഞതിന് ശേഷം നിന്നെ പിടിച്ചുകൊണ്ടുപോയിട്ട് എന്തു ചെയ്യാനാ? അച്ഛന്റെ വാശി അത്ര തന്നെ. വീട്ടിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കുമോ? അപ്പച്ചൻ ഒരുപക്ഷെ ഇവിടെ മാത്രഞ്ഞു കാണും. എങ്കിൽ കാര്യം കുഴപ്പമാക്കും. സുരേഷ് ഇവിടെ ഇരിക്കും. വേണ്ട, ഞാനും വരും. നീയാണോ? ചതിച്ചല്ലോ പായ. നിന്നെ പോലെ 2 മാസമെങ്കിലും അത് ആഘോഷിക്കേണ്ടതാണ്. അതെ, നിന്റെ എത്രത്തോളമായി? ഉഗ്രൻ. അതിനിടയിൽ കൂടെ ഉഗ്രമായി ചണ്ടും. ആളിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഞങ്ങൾ തമ്മിലല്ല. അതെ, വീട് കിട്ടിയോ? അപ്പുറത്തെ വീട് കഴിഞ്ഞപ്പോ താക്കോൽ വാങ്ങിച്ചു. നീ വന്നിട്ട് ഒരു സ്വീകരണമൊക്കെ തന്നേച്ച് പോകാമെന്ന് കരുതി. പിന്നെ പഴയ അഭിപ്രായം മാറിയില്ലേ? എപ്പോഴേ മാറി. സത്യം പറ, നിങ്ങൾ ഓഫീസിൽ വെച്ച റൊമാൻസ് തുടങ്ങിയതല്ലേ? കൊച്ചു കള്ള, പൂച്ച സന്യാസി. ചേട്ടാ, ഇവര് നാളെ താമസം മാറ്റുമെന്ന്. എല്ലാവർക്കും ഇന്ന് അത്താഴം ഹോട്ടലിൽ. എന്താ? എഗ്രീഡ്. മിനി, കല്യാണിയോട് പറഞ്ഞേക്ക് നമ്മളല്പം വൈകിയേ വരുന്നു. കല്യാണി, എല്ലാം കാറിൽ നിന്ന് എടുത്ത് വെച്ചില്ലേ? ഞങ്ങൾ പുറത്തേക്ക് പോന്നു. കഥ എടുത്തോളൂ. ശരി. ഗോപാലൻ ചേട്ടൻ. ഗോപാലൻ ചേട്ടൻ. എന്നാലും കല്യാണി, നീ എന്നോട് ഈ കൊല ചതി ചെയ്തല്ലോ. എന്തു പറ്റി? എന്നോടൊരു വാക്ക് പോലും പറയാൻ നീ ഇങ്ങോട്ട് പോകുന്നില്ലേ? അതോ, എനിക്കറിയാമല്ലോ എന്നെ തിരക്കി ഇവിടെ എത്തുമെന്ന്. ആരെങ്കിലും കണ്ടോ? ഈ പ്രദേശത്ത് തന്നെ ആരും അറിയില്ലെന്ന്. അവരെങ്ങാനും വന്നോ? വാളിനടച്ചിരിക്കില്ലേ, ആര് വരാനാ? പിന്നെ വീടിന് പുറകത്ത് വല്ല തോടോ കിണറോ മുള്ളുവേലിയോ വല്ലതും ഉണ്ടോ? പട്ടിയുണ്ടോ? അയ്യോ. പിന്നെ ഒരു കാര്യം, ഞാനിവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ നീ എന്നെ നിർബന്ധിക്കും. ഞാനിങ്ങനെ വന്നും പോയി ഒക്കെ ഇരിക്കും. വാ ഇരട്ടാ കുട്ടി. നിനക്ക് വല്ലാത്ത നിർബന്ധം തന്നെ. നീ എത്ര പ്രാവശ്യമാണ് എന്നെ ഫോൺ വിളിച്ചത്? 5 മണിക്ക് മുൻപ് എനിക്ക് വീട്ടിലെത്തണ്ടേ. ഇടയ്ക്ക് വിളിച്ചില്ലെങ്കിൽ അങ്കിൾ നേരം വെളുക്കും വരെ അവിടെ ഇരിക്കും. ഇരിക്കൂ. അപ്പോ എന്താണ് നിന്റെ പ്രോബ്ലം? എനിക്കല്ല, എന്റെ ഒരു കൂട്ടുകാരിക്ക്. അങ്കിളിനെ നേരിൽ കാണാൻ അവൾക്കൊരു മടി. പഠിച്ചിരുന്നാൽ അവളുടെ പ്രോബ്ലം തീരുമോ? അവൾക്കും അല്ല, അവളുടെ ഭർത്താവിന്. അതിന് ഇനിയാണോ ഇതെല്ലാം? പുറത്തു പറയാനുള്ള വിഷമം കൊണ്ടാ. ശരി, പറയൂ, കേൾക്കട്ടെ. വിവാഹം കഴിഞ്ഞു കുറെ നാളായി. അയാൾക്ക് യാതൊരു താല്പര്യവുമില്ല. അവളോട് വെറുപ്പാണ്. നല്ല ഇഷ്ടത്തിലാണ് രണ്ടുപേരും. പക്ഷേ ശാരീരിക ബന്ധം ഒരിക്കൽ പോലും അവർ തമ്മിൽ ഉണ്ടായിട്ടില്ലത്രേ. കാരണം? അതറിഞ്ഞുകൂടാ. ആദ്യ രാത്രി മുതൽ അവൾക്ക് നിരാശയാണ്. അതെന്താണ് അങ്കിൾ? കൂട്ടുകാരിയോട് പറയൂ, അവളും ഭർത്താവുമായി എന്നെ വന്ന് കാണാൻ. അത് രോഗമാണോ? ചികിത്സിച്ചാൽ മാറുമോ? കൂട്ടുകാരിക്ക് എന്ത് പ്രായം വരും? എന്റെ പ്രായം. ഭർത്താവിനോ? മധുച്ചേട്ടന്റെ. അവളൊരു നാണം കുണുങ്ങിയാണോ? നല്ല തന്റെടക്കാരി, മിടുമിടുക്കി. ഇനി എന്തുകൊണ്ട് അവൾക്ക് അയാളെ വശീകരിക്കാൻ സാധിക്കുന്നില്ല? എല്ലാ വിധത്തിലും നോക്കാറുണ്ട്. തമ്മിൽ നല്ല റൊമാൻസ്. പക്ഷേ എന്ത് കാര്യം? ആ തളർച്ച കാണുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നും. എനിക്കോ? അല്ല, അവൾക്ക്. മിനിക്കുട്ടി, ഞാൻ ആരാണെന്ന് അറിഞ്ഞൂടെ? എന്റെ അങ്കിൾ. അങ്കിൾ മാത്രമല്ല, മനഃശാസ്ത്രം പഠിച്ച ഒരു ഡാക്ടറും കൂടിയാണ് അങ്കിൾ. നിനക്കെന്ത് പറ്റി മോളെ? അയ്യോ, എനിക്കല്ല, എന്റെ കൂട്ടുകാരിക്ക്. ഇനി എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളുടെ നേരിയ ചലനത്തിന്റെ അർത്ഥം പോലും മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കും. തെൽമി, ആ കൂട്ടുകാരി നീ തന്നെയല്ലേ? അപ്പോൾ
മധുവും നീയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നില്ലെന്നോ? ഇതെന്റെ കഴുത്തിലുണ്ടെങ്കിൽ മധുവിന് ഇഷ്ടമില്ലാതെയാണോ ഞാൻ വിവാഹം കഴിച്ചത്? ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നു. പക്ഷെ മധുവിന് മറ്റേതെങ്കിലും പ്രേമബന്ധം ഉണ്ടായിരുന്നതായിട്ട് നിനക്കറിയാമോ? പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കുന്ന സ്വഭാവമല്ല. ഇക്കാര്യത്തെക്കുറിച്ച് തമ്മിൽ ഡിസ്കസ് ചെയ്യാതിരിക്കുക. കഴിയുന്നതും കൂടുതൽ ഇന്റിമസി കാണിക്കാൻ ശ്രമിക്കുക. മൂവ് വിത്ത് ഹിം ക്ലോസ്ലി ആൻഡ് ട്രൈ ടു അട്രാക്ട് ഹിം ഫിസിക്കലി. യു അണ്ടർസ്റ്റാൻഡ്? ഈ വീട്ടിൽ മറ്റാരുമില്ലല്ലോ. ഒരു പുരുഷനെ ഏതെല്ലാം വിധത്തിൽ ആകർഷിക്കാമോ അതൊക്കെ ചെയ്യുക. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായിരിക്കും. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ ഒന്ന് അറിയിക്കുക. ഇതിന്റെ കാരണം എന്താണ് അങ്കിൾ? കാരണം കുട്ടിക്കാലം മുതൽ അമ്മയോടുകൂടെ തന്നെ വളർന്നതല്ലേ. ഈഡിപ്പസ് കോംപ്ലക്സ് ആകാം, അല്ലെങ്കിൽ ഷൈനസ്, അതുമല്ലെങ്കിൽ ആക്സിഡന്റ്, ലവ് അഫെയറിലുള്ള പരാജയം, ഇത്ര കാരണങ്ങളാകാം. നിനക്ക് ഞാൻ ഇതിനെ സംബന്ധിക്കുന്ന കുറെ പുസ്തകങ്ങൾ തരാം. നീ ഒന്ന് വായിച്ചു നോക്കാം. ഡോണ്ട് ബി ഡെസ്പറേറ്റ്. നിരാശപ്പെടാതെ മാറ്റിയെടുക്കാം. ആദ്യം ഞാൻ പറഞ്ഞു തന്നതെല്ലാം ചെയ്യും. എന്നിട്ട് വിവരം ഒന്ന് എന്നോട് പറ. സമയമായി. നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം. എന്നിട്ടെന്താ? ഒന്ന് വിളിച്ചപ്പോ ഞാനിങ്ങ് ഇറങ്ങിപ്പോന്നു. ഇളയ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ബന്ധത്തിന് ഒരു സ്ത്രീ അവൾക്ക് ഇഷ്ടമുള്ള ആളിന്റെ കൂടി അല്ലേ ചേച്ചി ജീവിക്കേണ്ടത്? ഇപ്പോഴും സുനിക്ക് അതിൽ വിഷമമൊന്നും തോന്നുന്നില്ലേ? ഇല്ല, ഒന്നിച്ച് ജീവിച്ചില്ലെങ്കിലേ വിഷമിക്കുമായിരുന്നുള്ളൂ. വിനുവേട്ടന് എന്റെ ജീവനാണ്. രാത്രിയിലെ ഓട്ടവും ചാട്ടവും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. വന്നാൽ പിന്നെ ഒരു മിനിറ്റ് പോലും വെറുതെ ഇരുത്തത്തില്ല. അതാ വന്നു. അതിന് നീ എവിടെയാ ഓടുന്നത്? വേണ്ട വേണ്ട, ഞാൻ പോകുന്നു. എടി പെണ്ണെ, നിന്റെ വിനുവേട്ടന്റെ പരിപാടി ഒന്നും ഇവിടെ ഇല്ല. രാത്രിയിലേക്ക് പണിയായി. മുഖത്തെന്ത് എത്ര ക്ഷീണം? ഊണ് കഴിച്ചില്ലേ? ഉച്ചയ്ക്ക് അല്പം വൈകി. കാപ്പ് ഒഴിച്ചു. എനിക്ക് കണ്ടാൽ അറിയാം എന്തിനാ ഇങ്ങനെ പട്ടിണി കിടന്ന് ജോലി ചെയ്യുന്നത്. കുളിച്ചിട്ട് മതിയോ കാപ്പി? കുറച്ചു നേരം ഇരിക്കട്ടെ. കേട്ടോ ചേട്ടാ, ആ വിൻസെന്റും സുനിതയും കൂടി എന്ത് റൊമാൻസ് ആണെന്നോ. അവൻ ഈ ഫീൽഡിൽ എക്സ്പെർട്ടാണ്. അവളും മോശമല്ല. അല്ലെങ്കിൽ ഏത് പെണ്ണ ഇക്കാര്യത്തിൽ? ഈ ചേട്ടന് ഞാൻ ഇവിടെ ഉണ്ടെന്ന് വിചാരമേ ഇല്ല. നോക്കിക്കോ, ഇതിന്റെ മരുന്ന് എനിക്കറിയാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. പിന്നെ എനിക്കില്ലേ? നോക്കൂ, ഈ വയറിന്റെ കിടപ്പ്. ഞാനും കാപ്പി കുടിച്ചില്ല. എങ്കിൽ എഴുന്നേൽക്കൂ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. രാത്രി ഞാനൊരു രഹസ്യം പറയാം. എന്താ നോക്കി നിൽക്കുന്നേ? വേഗം പോയി കുളിച്ചിട്ട് വരൂ. നിൽക്കൂ, ഞാൻ ഡ്രസ്സൊന്ന് മാറ്റട്ടെ. അതൊക്കെ അവിടെ ചെന്ന് മാറ്റിയാ മതി.